ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. ദിനവും മനമേ തൽസമയം വൻ കൃപകൾ പ്രാപിപ്പാൻ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. അതിധൈര്യമായി കൃപാസനത്തിൻ അന്തികത്തിൽ ചെന്നു നീ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 25-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ എൻ്റെ ആലോചനയൊക്കെയും ത്യജിച്ച് കളഞ്ഞു എന്നുള്ള വചനമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ ശബ്ദത്തെ, ആലോചനകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുൻപോട്ട് കടന്നു പോകുന്നതായ ഒരു മനുഷ്യൻ്റെ ജീവിതം എവിടെയായിരിക്കും ചെന്നവസാനിക്കുക എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുന്ന ഒരു ദൈവവചന ഭാഗമാണ് രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 13-ാം അധ്യായം എന്ന് പറയുന്നത്. അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ ആ കാര്യം സംബന്ധിച്ച് കൃത്യമായുള്ള വസ്തുത ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ബഥേലിലേക്ക് പോയിരിക്കുന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകനെ ദൈവമാണ് ബഥേലിലേക്ക് പറഞ്ഞയച്ചത്. വളരെ ശക്തമായിട്ടുള്ള ഒരു ദൈവിക ആലോചന ബഥേലിൽ അറിയിപ്പാൻ വേണ്ടി ദൈവശബ്ദം കേട്ട് യാത്ര തിരിച്ച ഒരു പ്രവാചകനെക്കുറിച്ചാണ് ആ ഭാഗത്ത് ഓർപ്പിക്കുന്നത്. ദൈവം തന്നോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ബഥേലിലേക്ക് കടന്നു ചെന്ന് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൂത് കൃത്യമായ തലത്തിൽ കൈമാറിയ ശേഷം അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ പാർക്കുകയോ ഒന്നും ചെയ്യാതെ, പോയ വഴി പോരാതെ മറ്റൊരു വഴിയായി നീ മടങ്ങിപ്പോരേണമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചനയായിരുന്നു ആ പ്രവാചകൻ്റെ മേൽ ഉണ്ടായിരുന്നത്. ആ പ്രവചനം കേട്ട്, ആ ദൈവാലോചന കേട്ട് ബഥേലിലേക്ക് കടന്നുപോയതായ പ്രവാചകൻ ബഥേലിൽ എത്തിച്ചേർന്ന് തന്നോട് ദൈവം അരുളി ചെയ്ത ആലോചന കൃത്യമായി അറിയിച്ച്, ദൈവം തന്നോട് പറഞ്ഞ പ്രകാരം താൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ മറ്റൊരു വഴിയായി മടങ്ങിപ്പോരുവാൻ ഇടയായി തീർന്നു. എങ്കിലും വഴിമധ്യത്തിൽ ബഥേലിൽ നിന്ന് വന്ന വൃദ്ധനായ പ്രവാചകൻ തന്നെ എതിരേറ്റ് തന്നോട് സംസാരിക്കുമ്പോൾ ദൈവം തനിക്ക് കൊടുത്ത ആലോചനയ്ക്കപ്പുറത്ത് ആ വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞ വാക്കുകൾ കേൾപ്പാനും ദൈവത്തിൻ്റെ ആലോചനയെ തള്ളിക്കളഞ്ഞുകൊണ്ട് മനുഷ്യൻ്റെ ആലോചനയെ അംഗീകരിച്ചുകൊണ്ട് ആ വൃദ്ധനായ പ്രവാചകനോടുകൂടെ ആ മനുഷ്യൻ കടന്നു പോകുവാൻ ഇടയായി തീർന്നു എന്ന് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഓർമ്മപ്പെടുത്തി പറയുകയാണ്. എന്താണ് സംഭവിക്കപ്പെട്ടത്? അവിടെ കടന്നു ചെന്ന് ഭക്ഷണം കഴിച്ച് പാനം ചെയ്ത് താൻ മടങ്ങിപ്പോരുവാനായിട്ട് ആഗ്രഹിച്ചു. ആ തലത്തിൽ താൻ മടങ്ങിപ്പോന്നു എങ്കിലും തനിക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിപ്പെടുവാനായിട്ട് കഴിഞ്ഞില്ല. തന്നെ വനത്തിൽ വെച്ച് അല്ലെങ്കിൽ തൻ്റെ യാത്രാമധ്യത്തിൽ താൻ കൊല്ലപ്പെടുന്നതിന് അത് കാരണമായി തീർന്നു എന്നുള്ള വസ്തുതയും നാം മറന്നു പോകുവാൻ പാടുള്ളതല്ല. എന്താണ് ഈ ചെറിയ പ്രവാചകന് സംഭവിക്കപ്പെട്ടത്? ദൈവത്തിൻ്റെ ആലോചനയെ തള്ളിക്കളയുകയും മനുഷ്യൻ്റെ ആലോചന പ്രകാരം താൻ തന്നെ തന്നെ നിയന്ത്രിപ്പാനുമിടയായതുകൊണ്ട് ദൈവം ആഗ്രഹിച്ച അളവിൽ തനിക്ക് എത്തിച്ചേരുവാൻ കഴിയാതെ വഴിമധ്യത്തിൽ പട്ടുപോയ ഒരു മനുഷ്യൻ്റെ ചരിത്രമായി ആ ചരിത്രം നിലനിൽക്കുകയാണ്. ഇവിടെ ശലോമോനും പറയുന്നത് അതുതന്നെയാണ്. ദൈവത്തിൻ്റെ ആലോചനയെ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് നിങ്ങൾ തകർന്നു പോകുന്നവരായി തീരാതെ ദൈവം നിങ്ങളോട് പറയുന്ന വാക്കുകൾ കേൾക്കുകയും അനുസരിക്കുകയും അതിൻ പ്രകാരം നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിപ്പാൻ മനസ്സുവയ്ക്കുകയും ചെയ്യണമെന്നുള്ള ഒരാലോചനയാണ്, സന്ദേശമാണ് ഈ വചനത്തിലൂടെ നമുക്ക് നൽകപ്പെടുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ നമ്മോട് പ്രവചിക്കുന്ന പ്രവാചകൻ വലിയവനായാലും ചെറിയവനായാലും അതിനപ്പുറത്ത് ദൈവശബ്ദം നാം കേട്ടിരിക്കുന്നുവെങ്കിൽ, ദൈവം നമ്മോട് കൃത്യമായി സംസാരിച്ചിരിക്കുന്നുവെങ്കിൽ
ദൈവശബ്ദത്തിന് മാത്രം വില കൊടുത്ത് ആ ദൈവാലോചനയെ തള്ളിക്കളയാതെ അതിനെ നാം പൂർണ്ണമായി സ്വീകരിച്ചുകൊണ്ട് അതിൻ പ്രകാരം നാം ജീവിക്കുന്നുവെങ്കിൽ അത് നമ്മെ അനുഗ്രഹത്തിലും നന്മയിലും എത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ആ നിലകളിൽ നമുക്ക് മുൻപോട്ട് പോകുവാൻ നമ്മെ സമർപ്പിക്കുന്നവരാകാം. അതിനെൻ്റെ കേൾവിക്കാരായ നിങ്ങളെ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ ദൈവാലോചനയെ തള്ളിക്കളഞ്ഞ് തകരുന്നവരായിട്ടല്ല, ഞങ്ങൾ ദൈവാലോചനയെ സ്വീകരിച്ച് അതിനെ കീഴ്പ്പെട്ട് അതിനനുസൃതമായൊരു ജീവിതം നയിക്കുന്നവരും ആ നിലകളിൽ ദൈവാനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേൾക്കുന്നതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.